യശവന്ത്പൂരിൽ നിന്നും രാവിലെ 9:15 പുറപ്പെട്ട യശവന്ത്പൂർ-ഷിമോഗ ടൗൺ ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ വിസ്റ്റാഡോം കോച്ചിലിരുന്ന് ഇപ്പോൾ നാം ഭദ്രാവതി നഗരത്തിൽ നിന്നും ഷിമോഗ ടൗണിലേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. ഭദ്രാവതി നഗരത്തെക്കുറിച്ച് നമുക്ക് നല്ല ഓർമ്മകളാണ് ഉള്ളത്. ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ഒരു വ്യവസായ നഗരം അല്ലെങ്കിൽ സ്റ്റീൽ ടൗൺ എന്നും താലൂക്ക് എന്നും ഭദ്രാവതി അറിയപ്പെടുന്നു. സംസ്ഥാന തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്നും 255 കിലോമീറ്റർ അകലെയായും ജില്ലാ ആസ്ഥാനമായ ഷിമോഗയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലൂടെ ഒഴുകുന്ന ഭദ്രാ നദിയിൽ നിന്നാണ് ഭദ്രാവതി എന്ന പേര് ലഭിച്ചത്. ഇത് മുമ്പ് ബങ്കിപുര എന്നറിയപ്പെട്ടിരുന്നു. ഇംഗ്ലീഷിൽ ഇതിൻ്റെ അർത്ഥം തീയുടെ നഗരം എന്നാണ്. കൂടാതെ മുമ്പ് ബങ്കി പട്ടണ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് വെങ്കിപുര എന്നും അറിയപ്പെട്ടിരുന്നു എന്ന് ആണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വെങ്കി എന്നാൽ സംസ്കൃതത്തിൽ തിരിവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഭദ്രാ നദി പടിഞ്ഞാറോട്ട് 90 ഡിഗ്രി തിരിയുന്ന സ്ഥലത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. പവിത്രമായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും പലതും ഈ നഗരത്തിലുണ്ട്. 1413 ദുമ്മ, ബാനുരു എന്നീ 2 നഗരങ്ങൾ ഭരിച്ചിരുന്ന യരേലക്ക നായക്ക കാട്ടുവനങ്ങൾ വെട്ടിത്തെളിച്ച ശേഷം 2 നഗരങ്ങൾ കൂടി നിർമ്മിച്ച് അവയ്ക്ക് നരസിംഹപുര എന്നും ലക്ഷ്മിപുര എന്നും പേരിട്ടു. തുടർന്ന് ഈ 2 നഗരങ്ങളും ഭദ്രാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ബങ്കിപുര അല്ലെങ്കിൽ വെങ്കിപുര എന്നും പിന്നീട് അത് ഭദ്രാവതിയായി മാറി എന്നുമാണ് ചരിത്രം. 1918 മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് MISL എന്നറിയപ്പെട്ടിരുന്ന ഒരു ഇരുമ്പ് മിൽ സ്ഥാപിക്കാൻ കെമ്മണ്ണുകുണ്ടിയിലെ ഹിൽ സ്റ്റേഷനിൽ നിന്നുള്ള ഇരുമ്പയിരും ഭദ്രാ നദിയിൽ നിന്നുള്ള വെള്ളവും സഹായിച്ചു. 1936 മൈസൂർ പേപ്പർ മിൽസ് ലിമിറ്റഡ് എന്ന കടലാസ് നിർമ്മാണ സ്ഥാപനം സ്ഥാപിതമായതോടെ വ്യവസായ നഗരമെന്ന നിലയിൽ ഭദ്രാവതിയുടെ പ്രശസ്തി കൂടുതൽ വർദ്ധിച്ചു. കർണാടക സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായി ഷിമോഗ ജില്ലയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഭദ്രാവതി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 597 മീറ്റർ ഉയരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഭദ്ര വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഭദ്രാവതി നഗരത്തിലൂടെയാണ് ഭദ്രാ നദി ഒഴുകുന്നത്. ഭദ്രാ നദിയിൽ മഗർ വിഭാഗത്തിൽപ്പെടുന്ന ധാരാളം മുതല ഇനങ്ങൾ ഉണ്ട്. പശ്ചിമഘട്ടത്തിനും അരേ മലനാട് മേഖലയ്ക്കും ഇടയിലാണ് ഭദ്രാവതി സ്ഥിതി ചെയ്യുന്നത്. ഷിമോഗ, ചിക്കമംഗളൂർ എന്നീ 2 മലനാട് ജില്ലകളുടെ അതിർത്തിയിലാണ് ഭദ്രാവതി സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മി നരസിംഹ ക്ഷേത്രം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൊയ്സല വാസ്തുവിദ്യയിൽ 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. നഗരത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ഭദ്രാ നദിക്ക് കുറുകെയാണ് ഭദ്ര അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഭദ്ര വന്യജീവി സങ്കേതം ഭദ്രാവതിയിൽ നിന്നും 23 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു സംരക്ഷിത പ്രദേശവും കടുവ സംരക്ഷണ കേന്ദ്രവുമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലാണ് ഗോണ്ടി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ചെക്ക് ഡാമാണ്. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കെമ്മണ്ണുകുണ്ടിയും ഗംഗൂരും പശ്ചിമഘട്ടത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന 2 മൺസൂണിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. നാം ഇങ്ങനെ ഭദ്രാവതിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിൻ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളിലൂടെ പാഞ്ഞു പോകുമ്പോൾ നാം ചെന്നെത്താനിരിക്കുന്ന ഷിമോഗ ടൗണിനെക്കുറിച്ചും ഷിമോഗയെക്കുറിച്ചുമാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹരിതാഭമായ കൃഷിയിടങ്ങളിലൂടെ ട്രെയിൻ മുന്നോട്ട് കുതിച്ചു പായുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നാം എത്തിച്ചേരാൻ പോകുന്ന ഷിമോഗ ടൗണിനെ പറ്റിയും ഷിമോഗ എന്ന സുന്ദര ഭൂമിയെക്കുറിച്ചുമാണ്. ഷിമോഗ ജില്ല ഇന്ത്യയിൽ കർണാടക സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ്. പശ്ചിമഘട്ടത്തിലെ മലനാട് പ്രദേശത്തിലാണ് ഇത് പ്രമുഖമായും സ്ഥിതി ചെയ്യുന്നത്. ഷിമോഗ പട്ടണമാണ് പ്രധാന ഭരണകേന്ദ്രം.
ജോഗ് വെള്ളച്ചാട്ടം ഇവിടുത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. 2011 കാനഷ്മാരി പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ 17,55,512 ഭദ്രാവതി, ഹൊസനഗർ, സാഗർ, ഷിമോഗ, ശികാരിപൂർ, സൊരബ്, തീർത്ഥഹള്ളി എന്നിങ്ങനെ 7 താലൂക്കുകളാണ് ഈ ജില്ലയ്ക്കുള്ളത്. സാഗർ, ഹൊസനഗർ, ശികാരിപൂർ, സൊരബ് താലൂക്കുകൾ ചേർത്ത് സാഗർ ജില്ല ഉണ്ടാക്കാനുള്ള ഒരു ആലോചനയുമുണ്ട്. പേരിനെക്കുറിച്ച് പല കഥകൾ നിലവിലുണ്ട്. പ്രധാനമായും ശിവനുമായി ബന്ധപ്പെട്ടതാണ് ഷിമോഗയെപ്പറ്റിയുള്ള പല കഥകളിൽ പ്രധാനമായുള്ളത്. ശിവമുഖ, ശിവനെ മൂഗു, ശിവനെ മുഖെ എന്നിങ്ങനെ പല പേരുകൾ രൂപാന്തരം പ്രാപിച്ചാണ് ഷിമോഗ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. സിഹി മൊഗെ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്നും കരുതുന്നവരുണ്ട്. സിഹി മൊഗെ എന്നാൽ മധുരപാത്രം എന്നാണ്. ഈ കഥ പ്രകാരം ഷിമോഗയിൽ പണ്ട് മഹർഷി ദുർവാസന്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മൺകലത്തിൽ മധുരച്ചെടികൾ തിളപ്പിച്ചിരുന്നു. കുറച്ച് കന്നുകാലി ഇടയന്മാർ ഇതുവഴി വരികയും ഈ മൺകലം കാണാൻ ഇടയാവുകയും ചെയ്തു. അങ്ങനെ അവർ ഈ സ്ഥലത്തിന് ഈ പേരിട്ടു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. ത്രേതായുഗത്തിൽ മാരീചവധം നടന്നത് തീർത്ഥഹള്ളിയിൽ ആണെന്ന് വിശ്വസിക്കുന്നു. ഷിമോഗ 3-ാം നൂറ്റാണ്ടിൽ മൗര്യ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. സതകർണി എഴുത്തുകൾ ശികാരിപൂർ താലൂക്കിൽ കണ്ടെടുത്തിട്ടുണ്ട്. 200 CE ഗതവാഹന സാമ്രാജ്യം തകർന്നതിന് ശേഷം ഇവിടെ കടമ്പകളുടെ കീഴിലായി. കന്നഡ ഭാഷയ്ക്ക് ഭരണഭാഷ പദവി നൽകിയത് കടമ്പകൾ ആണ്. 8-ാം നൂറ്റാണ്ടിൽ ഈ ജില്ല ഭരിച്ചത് രാഷ്ട്രകൂടർ ആയിരുന്നു. പിന്നീട് കല്യാണി ചാലൂക്യാസ് കീഴ്പ്പെടുത്തി. 12-ാം നൂറ്റാണ്ടിൽ ഇവരുടെ ശക്തി ക്ഷയിച്ചപ്പോൾ ഹൊയ്സല രാജവംശം ഇവിടെ ഭരിച്ചു. ഹൊയ്സലക്കാരുടെ തോൽവിക്ക് ശേഷം വിജയനഗര സാമ്രാജ്യമായി. താളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര രാജവംശം തോറ്റപ്പോൾ കേളടി നായക്സ് ഭരിച്ചു. 1763 ഹൈദരാലി കേളടികളെ കീഴടക്കുകയും ഷിമോഗയെ മൈസൂർ രാജവംശത്തിൻ്റെ കീഴിൽ ആക്കുകയും ചെയ്തു. ഷിമോഗ ജില്ല മലനാട് പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലനാടിലേക്കുള്ള കവാടം എന്നും ഈ ഷിമോഗ ജില്ല അറിയപ്പെടുന്നു. ഹാവേരി, ദാവൺഗെരെ, ചിക്കമംഗ്ലൂർ, ഉടുപ്പി, ഉത്തരകന്നഡ എന്നീ ജില്ലകളാണ് ചുറ്റും. ഷിമോഗ ജില്ലയിലെ ശ്രദ്ധേയരായ ആളുകളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുക. UR അനന്തമൂർത്തി ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി സാരേക്കൊപ്പ ബംഗാരപ്പ രാഷ്ട്രീയക്കാരനും കർണാടക മുൻ ഉപമുഖ്യമന്ത്രിയുമായ KS ഈശ്വരപ്പ. ആദർശ് അയ്യങ്കാർ ഒരു ഗായകനും സംഗീതജ്ഞനുമാണ്. മാഞ്ഞൂർ കൃഷ്ണമൂർത്തി കന്നഡ ഭാഷ എഴുത്തുകാരനാണ്. ദേശീയ കവിയും ജ്ഞാനപീഠ ജേതാവുമായ കുവെംപു, P. ലങ്കേഷ്, കടിതാൾ മഞ്ചപ്പ, കർണാടകയുടെ 3ാമത്തെ മുഖ്യമന്ത്രി ശേഖർ നായിക്, ഇന്ത്യൻ ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ DH ശങ്കരമൂർത്തി, കർണാടക നിയമസഭയുടെ മുൻ ചെയർമാൻ കാദി ശങ്കരപ്പ, സ്വാതന്ത്ര്യ സമര സേനാനി അഭിലാഷ് ഷെട്ടി, കന്നഡ ചലച്ചിത്ര മേഖലയിലെ ചലച്ചിത്ര സംവിധായകൻ ഷിമോഗ സുബ്ബണ്ണ, പിന്നണി ഗായകൻ, ഇന്ത്യൻ സിനിമയിലെ നടനും സംവിധായകനുമായ സുദീപ്, അർച്ചന ഉടുപ്പ, BS യെഡിയൂരപ്പ, കർണാടകയുടെ 19ാമത്തെ മുഖ്യമന്ത്രി എന്നിവരാണ് ഇവിടെ നിന്നും ഉയർന്നു വന്നിട്ടുള്ള പ്രമുഖ വ്യക്തികൾ. അങ്ങനെ നാം ഷിമോഗയുടെ ചരിത്രത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ വിസ്റ്റാഡോം കോച്ച് ഷിമോഗ ടൗണിലേക്ക് എത്തിച്ചേർന്നു.